Hi, welcome to new episode with Triply. ഹലോ ഗായ്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഖത്തർ സീരീസിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആണ്, ഒരു വൈൻഡ് അപ്പ് വീഡിയോ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ആഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഖത്തറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വിസ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവിടെ ആയിട്ടുള്ള ഈസി വേ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളൊരു ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഫസ്റ്റ് തിങ്, ഖത്തർ വിസ. അപ്പോൾ നമുക്ക് ഖത്തറിലേക്ക് പോകണമെങ്കിൽ ഖത്തറിലേക്കുള്ള വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിസ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവർക്കൊരു ആപ്പ് ഉണ്ട്, ഹയ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ത്രൂ നമുക്ക് വിസ അപ്ലൈ ചെയ്ത് നേരത്തെ വിസ എടുത്തു വെക്കാം. പിന്നെ നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റേ, നമ്മുടെ അക്കോമഡേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്കും അനീഷിനും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ റിലേറ്റീവ്സ് അവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് അവരുടെ ഹയ ആപ്പ് ത്രൂ നമ്മളെ ഹോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഗസ്റ്റ് ആയിട്ട് അവിടെ വരുന്ന അവരുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മുടെ ഹയ ആപ്പിൽ അപ്ഡേറ്റഡ് ആവുന്നത്. ഇനി അങ്ങനെ അല്ലാത്തവർ നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ്സ് ഡെഫിനറ്റ്ലി ചെയ്യുക, അക്കോമഡേഷൻ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും ക്യാരി ചെയ്യാം. പിന്നെ വേണ്ടതാണ് നമ്മുടെ റിട്ടേൺ ടിക്കറ്റ്. അപ്പോൾ മെയിൻലി 3 ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മുടെ വിസ അപ്ലൈ ചെയ്തത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, നമ്മുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, പിന്നെ റിട്ടേൺ ടിക്കറ്റും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഈസിയാണ്, വേഗം തന്നെ ക്ലിയർ ഓഫ് ചെയ്ത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, അടുത്ത കാര്യം, വിസ എടുത്തു, നമ്മൾ ഖത്തറെത്തി. ഇനി അടുത്തത് എന്താ? ഖത്തറിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങൾ കറങ്ങാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ എനിക്കും അനീഷിനും എഗെയിൻ അതൊരു കൺസേൺ ആയിരുന്നില്ല. കാര്യം നമുക്ക് ഓൾറെഡി നമ്മുടെ കസിൻസ് അവിടെ ഉള്ളത് കൊണ്ട് അവരുടെ വണ്ടിയിൽ തന്നെ എല്ലായിടത്തും നമ്മൾ പോയി കണ്ട് കറങ്ങി എൻജോയ് ചെയ്തായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ പോകുമ്പോൾ അവിടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ്, ചീപ്പസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മീൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അതിൽ നമ്പർ 1 നിൽക്കുന്നതാണ് ദോഹ മെട്രോ. മോസ്റ്റ് കൺവീനിയൻറ്റ് ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് മെട്രോ. ആൻഡ് ഖത്തറിലെ എല്ലാ മേജർ ലൊക്കേഷൻസിലോട്ടും മെട്രോ ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ലൊക്കേഷൻസിലോട്ടും, ഇപ്പോൾ സൂഖ് വക്കീഫ്, എയർപോർട്ട്, ലുസൈൽ സിറ്റി എല്ലാം കറങ്ങാനായിട്ട് മെട്രോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ആൻഡ് അവരുടെ ഫെയർ വന്നിട്ട് ഖത്തറി റിയാൽ 2 പെർ റൈഡാണ്. പിന്നെ ഡേ പാസ് ആണെങ്കിൽ 6 റിയാലേക്കുള്ളൂ, വിച്ച് ഐ തിങ്ക് ഇസ് വെരി അഫോർഡബിൾ. അടുത്ത ഒരു ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ആണ് കർവ പബ്ലിക് ബസ്സസ് ആൻഡ് ടാക്സീസ് ആണ് ഖത്തറിലെ. അപ്പോൾ ഈ ബസ്സസ് ആയാലും ഇപ്പോൾ നിങ്ങൾക്ക് മെട്രോ ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ആൻഡ് ബസ്സസിൻ്റെയൊക്കെ ഫെയർ വന്നിട്ട് ഖത്തറി റിയാൽ 2.5 to 10 ഒക്കെയാണ് പെർ ട്രിപ്പ് ഉള്ളത്. ആൻഡ് ടാക്സീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ മോൾസ്, എയർപോർട്ടിനൊക്കെ പുറത്ത് തന്നെ ഈ ടാക്സികൾ കാണാൻ പറ്റും. അടുത്ത ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഖത്തറിലെ വെരി കോമൺ ആൻഡ് അഫോർഡബിൾ ആൻഡ് ചീപ്പ് ദാൻ ടാക്സീസ് ആണ് നമ്മുടെ ഊബർ സർവീസസ്. ഇതൊരു പ്രൈവറ്റ് ടാക്സി സർവീസസ് ആണ്. നമ്മൾ കണ്ട മെട്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബസ്സസ്, കർവ ബസ്സസ് ആൻഡ് ടാക്സീസ് ഒക്കെ ഗവൺമെൻറ് ഓപ്പറേറ്റഡ് ആണ്. ഊബർ ഒരു പ്രൈവറ്റ് ടാക്സി സർവീസസ് ആണ്. പക്ഷേ ഖത്തറിൽ മോർ ഓഫൺ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എവിടെ നിന്നാണോ എങ്ങോട്ടാണോ പോകേണ്ടത് ആൻഡ് അതിൻ്റെ ഫെയർ എന്താണെന്നുള്ളൊരു ചെറിയ ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എത്ര അഫോർഡബിൾ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ലുസൈൽ ട്രാം. അത് ഫെയർ ഒക്കെ കണക്റ്റഡ് ടു ദ മെട്രോ സിസ്റ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയർ ഒക്കെ അഫോർഡബിൾ ആൻഡ് ചീപ്പാണ്. അപ്പോൾ ട്രാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് അതും യൂസ് ചെയ്യാന്നുള്ളത്. നമ്മുടെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെയാണുള്ളത്. മെട്രോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കർവ പബ്ലിക് ബസ്സസ് ആൻഡ് ടാക്സീസ് എടുക്കാം, അല്ലെങ്കിൽ ഊബർ പ്രൈവറ്റ് ടാക്സീസ് എടുക്കാം, അല്ലെങ്കിൽ ട്രാംസ് യൂസ് ചെയ്യാം. അപ്പോൾ ഖത്തറിൽ പോയി സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വണ്ടി വേണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കാർ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വേണം ഒന്നൊരു നിർബന്ധമില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് ഈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഖത്തറിൽ കാണിച്ചു തന്ന എല്ലാ സ്ഥലങ്ങളും പോയി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ആൾക്കാരോട് താങ്ക്സ് പറയാനായിട്ടുണ്ട്.
അപ്പോൾ ഫസ്റ്റ്ലി ഹരിച്ചേട്ടനോടും സ്നേഹ ചേച്ചിയോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ബിക്കോസ് നമ്മളെ അവർ വളരെ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്തതിലും നമ്മളെ ഓരോ സ്ഥലങ്ങൾ അവർ കൊണ്ടുപോയി കാണിച്ചു തന്നതും, ഇപ്പോൾ ചേട്ടനായാലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം നമ്മളെ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തന്നു. നമ്മുടെ ആ ഒരു 1 വീക്ക് നല്ലൊരു മെമ്മറബിൾ ആക്കിയൊരു ട്രിപ്പാക്കി തന്നതിൽ ഒരു നല്ല ഭാഗം അവർ വഹിച്ചിട്ടുണ്ട്. സോ അവരോടൊരു വലിയ താങ്ക്സ് പറയുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻസും പറഞ്ഞുതരാം. പിന്നെ ഫുഡ് കഴിപ്പിക്കണം, അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. ബിക്കോസ് ഞാനൊരു ഫുഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഡിഫറെൻറ്റ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അനീഷ് എൻ്റെ അത്രയും ഫുഡിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പല കുസീൻസും പല ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ ലിറ്റിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഖത്തറിൽ വന്നാൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഫുഡ് ഐറ്റംസും. ആൻഡ് അത് അവർ ആ ഒരു 1 വീക്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോവുകയും ആ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഹരിച്ചേട്ടനോടും സ്നേഹിച്ചേച്ചിയോടും വസു ബേബിയോടും ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയുന്നു ആദ്യം തന്നെ. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനായിട്ടുള്ള നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ്. കാര്യം ഞങ്ങൾക്ക് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു നിങ്ങൾ ഈ ഖത്തർ വീഡിയോസ്. ബിക്കോസ് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലൈക്ക് ഡെയിലി വീഡിയോസ് ഇട്ടത്. അതും ഒരു സീരീസ് പോലെ ആയിട്ടൊക്കെ ഒരു വീഡിയോസ് ഇട്ടത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ആൾക്കാർ അത് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കമൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചില വീഡിയോസിനൊക്കെ താരം നല്ലോണം കമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കമൻറ്റ് ചെയ്യാതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരുണ്ട്, പേഴ്സണലി പറഞ്ഞവരുണ്ട്. പിന്നെ എനിക്കറിയാത്ത പക്ഷെ എന്നെ അറിയുന്നതായിട്ടുള്ള ഇപ്പോൾ സ്വാതിയുടെ ആയിക്കോട്ടെ, ലക്ഷ്മിയുടെ ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെയും നമ്മളോട് പറഞ്ഞും ഒക്കെ അറിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഖത്തർ വീഡിയോസ്. എസ്പെഷ്യലി നമ്മൾ പോയി കാണിക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ഇൻഫോർമേഷൻസ് പറഞ്ഞത് ഒക്കെ നല്ലതാണെന്നും എൻ്റെ നറേഷൻ നല്ലതായിരുന്നു, നന്നായി വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് നല്ല കമൻസ് നമ്മളോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളവരുണ്ട്, ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തവരുണ്ട്, അത് കൂടാതെ നമ്മളോട് പേഴ്സണലി പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഖത്തർ വീഡിയോസിനെ ഇത്രയും വെൽക്കം ചെയ്തതിലും ഇത്രയും സപ്പോർട്ട് ചെയ്തതിൽ ജെന്യുവൻലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. ആൻഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വ്യൂസ്, ചിലതിന് നല്ല വ്യൂസ് ഉണ്ട്. സോ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ സ്വാതിയുടെയും ലക്ഷ്മിയുടെയും എൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ചില ആൾക്കാർക്ക് തോന്നാം ഇത്രയൊക്കെ താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ടോ, ഒരു 100 വ്യൂസ് കിട്ടിയതാണോ, അല്ലെങ്കിൽ 300 വ്യൂസ് കിട്ടിയതാണോ, ഒരു 14 കമൻസ് കിട്ടിയതാണോ, 2 സബ്സ്ക്രൈബേഴ്സ് കൂടിയതാണോ എന്നൊക്കെ തോന്നാം. ബട്ട് ഫോർ us ഇറ്റ് മാറ്റേഴ്സ് അ ലോട്ട്. ചെറിയ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്നതും ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ഇത്രയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഡെഫിനറ്റ്ലി ഇനിയും നിങ്ങൾ ഇതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്കും കൂടുതൽ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇടാനായിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മളെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുക, ഞങ്ങൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്. അടുത്ത താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ട്രിപ്പിലായിലെ 2 ഐകളോടാണ്, സ്വാതിയോടും ലക്ഷ്മിയോടും. ഡെഫിനറ്റ്ലി അവരുടെ സപ്പോർട്ടും ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ഗൈസ്. ബിക്കോസ് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം, അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടണം, ഡീറ്റെയിൽസ് പറയണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. എല്ലാ ദിവസവും എഡിറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ഞാൻ പോസ്റ്റ് ചെയ്യാം, നാളെ ഞാൻ അടുത്ത വീഡിയോന് എഡിറ്റ് ചെയ്യാം. സോ അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു എനിക്ക്. അത് കൂടാണ്ട് അവർ കുറേ വീഡിയോസ് അവരെടുത്ത് വെച്ചിരുന്നത് അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിതെല്ലാം ഇട്ട് തീർക്കാൻ വേണ്ടി. ബിക്കോസ് ഞാൻ ഖത്തറിൽ നിന്ന് വന്നിട്ട് ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. എനിക്ക് കുറേ റീസൺസ് ഉണ്ട്, എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു, ബിക്കോസ് ആ ഖത്തർ സീരീസ് മൊത്തം തീരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം താങ്ക്സ് സ്വാതിയോടും ലക്ഷ്മിയോടും ഞാൻ പറയുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനായിട്ടുള്ളത് അനീഷിനോടാണ്. ബിക്കോസ് എനിക്ക് ചില സമയത്തൊക്കെ മടി വരാറുണ്ട് ഗൈസ്, വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ താങ്ങി തൂങ്ങി മടി പിടിച്ചിരിക്കുമ്പോൾ എന്നെ ഉന്തി തള്ളി ചീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര മോട്ടിവേഷനും സപ്പോർട്ടും തന്ന ഒരാൾ അനീഷ് തന്നെയാണ്. ചെയ്യണം വീഡിയോസ്, മടി പിടിച്ചിരിക്കരുത്, വീഡിയോസ് ഇട്, നീ എഡിറ്റ് ചെയ്യ്, വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ പുഷ് ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു വലിയ എൻ്റെ ഒരു പില്ലർ ഓഫ് സപ്പോർട്ടാണ് അനീഷ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഷൈ ആയിട്ടൊക്കെ തോന്നും. പക്ഷേ അനീഷ് അങ്ങനെ വീഡിയോസിൽ വരാനും എൻ്റെ പോലെ അത്ര പറയാനൊന്നും അറിയാത്തതുകൊണ്ടുള്ളൊരു ചെറിയൊരു മടിയാണ്. പക്ഷേ ആൾ നന്നായിട്ട് വ്ളോഗ് എടുക്കും ഗൈസ്. ഡെഫിനറ്റ്ലി ഞാൻ അനീഷിനെ കൊണ്ടൊരു വ്ളോഗ് എടുപ്പിക്കുന്നുണ്ട്.
അപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് ഹെസിറ്റൻ്റ് ആയിട്ട് തോന്നും, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഭയങ്കര സപ്പോർട്ടാണ്. അനീഷാണ് എന്നോട് പറഞ്ഞത് വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കാണുന്ന നമ്മുടെ Day 1 ഖത്തർ വീഡിയോസിൽ അധികം ഇൻഫോർമേഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. അനീഷാണ് എന്നോട് പറഞ്ഞത് ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യും, അപ്പോൾ കുറച്ചും കൂടി കാണാൻ രസം ഉണ്ടാവും, കേൾക്കാൻ രസം ഉണ്ടാവും. അതേപോലെ ഈ വീഡിയോ പോലും ഇപ്പോൾ വിസ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലേ, നമ്മൾ കുറേ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയില്ലല്ലോ, അപ്പോൾ നീ അതിലൊരു വീഡിയോ ചെയ്യാം, അപ്പോൾ ഇനി ആർക്കെങ്കിലും പോകണമെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് ഐഡിയാസൊക്കെ തന്ന് എന്നെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ പില്ലറാണ് അനീഷ്. സോ അനീഷിനോട് ഒരു വലിയ താങ്ക്സ് പറയാനായിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ പാരൻസ്, ഞങ്ങളുടെ എല്ലാ വെൽവിഷേഴ്സിനും താങ്ക്സ് പറയുന്നു. സബ്സ്ക്രൈബേഴ്സിന് താങ്ക്സ് പറയുന്നു. ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തേ കുറ്റം പറഞ്ഞ ആൾക്കാരോടും ഞാൻ താങ്ക്സ് പറയുന്നു. ബിക്കോസ് നിങ്ങളുടെ കുറ്റപ്പെടുത്തലുകളും എഗെയിൻ നമുക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് ട്രിപ്ലൈ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഖത്തർ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ ഇതേവരെ തന്ന എല്ലാ സപ്പോർട്ടും പോലെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോസും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺഡ്. ട്രിപ്ലൈനെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ.